ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ കിഴക്ക് ഭാഗത്ത് കോറമണ്ടൽ തീരത്ത്, അതായത് ഇന്നത്തെ ബംഗാൾ ഉൾക്കടൽ ഉൾക്കൊള്ളുന്ന തമിഴ്നാട്ടിലെ കായൽ പട്ടണം. ദക്ഷിണേന്ത്യൻ മുസ്ലിം ആത്മീയ, ദൈക്ഷണിക, വാണിജ്യ, സാംസ്കാരിക ചരിത്രങ്ങൾ പറയുന്ന കായൽ പട്ടണത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് തന്നെ ഇന്ത്യൻ മഹാസമുദ്രം കടന്ന് മദീനയിൽ നിന്ന് ആദ്യ മുസ്ലിം സംഘം എത്തിയ കായൽ പട്ടണം തീരത്തെ കോസ്മറൈ ദർഗയും പിന്നീട് ഈജിപ്തിൽ നിന്നെത്തിയ സൂഫി പണ്ഡിതന്മാർ നിർമ്മിച്ച 1000 കാൽ മസ്ജിദും ദർഗകളുമാണ് ഇന്ന് നമ്മുടെ കായൽ പട്ടണം യാത്രയുടെ 4ാമത്തെ എപ്പിസോഡ്. മദീനത്തുൽ ഔലിയ, ഔലിയാക്കളുടെ പട്ടണമെന്നറിയപ്പെടുന്ന കായൽ പട്ടണത്തെ പണ്ഡിത കുലപതികളായ കീഴക്കൻ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്വദഖത്തുല്ലാഹിൽ ഖാഹിരി തങ്ങളുടെ പ്രിയപ്പെട്ട പിതാവ് സുലൈമാനുൽ ഖാഹിരി റളിയല്ലാഹുവിൻ്റെ ദർഗയും അവിടുത്തെ പ്രിയപ്പെട്ട മകനായ സാം ഷിഹാബുദ്ദീൻ റളിയല്ലാഹുവിൻ്റെയും ദർഗയും തമിഴ്നാട്ടിലെ പുരാതനമായ പ്രശസ്തമായ കായൽ തുറമുഖം. ഗ്രീസ്, റോം, ചൈന, പേർഷ്യ, അറബ് ദേശങ്ങളിൽ നിന്ന് എല്ലാ കപ്പലുകളും ഈ കായലിനെ, ഈ തീരത്തെ സ്പർശിച്ചു. ഹിജറ 9 മദീനയിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ തന്നെ മഹാന്മാരായ 5 സ്വഹാബത്ത് ഈ പ്രദേശത്ത് എത്തിച്ചേർന്നു. അവരിവിടെ നിർമ്മിച്ച പള്ളിയാണ് കടൽക്കരൈ പള്ളി. അത് പിന്നീട് കടൽക്ഷോഭങ്ങളിൽ നശിച്ചുപോയി എന്ന് ചരിത്രങ്ങളിൽ കാണപ്പെടുന്നു. ഇപ്പോൾ നമ്മൾ എത്തിയിട്ടുള്ളത് കോസ്മറൈ ദർഗയിലാണ്. മഹാനായ ഷെയ്ഖ് മുഹ്യിദ്ദീൻ ജീലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങളുടെ മകൻ അബ്ദുൽ റസാഖ് റളിയല്ലാഹുവിൻ്റെ കുടുംബ പരമ്പരയിൽപ്പെട്ട 7 സാദാത്യങ്ങളാണ് ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നത്. ഈ പ്രദേശത്തായിരുന്നു തമിഴ്നാട്ടിൽ ആദ്യമായിട്ട് സ്വഹാബത്ത് നിർമ്മിച്ച പള്ളി, കടൽക്കരൈ പള്ളി എന്ന പള്ളി ഉണ്ടായിരുന്നത് എന്നാണ് ചരിത്ര നിഗമനം. അന്ന് ഇവിടെ എത്തിച്ചേർന്ന 5 സ്വഹാബത്ത് ഖാലിദ് ബിനു സഈദ് ബിനു അൽ ആസ്, സാബിത്ത് ബിനു ഖൈസ് ബിനു ഷമ്മാസ്, അബ്ദുല്ലാഹി ബിനു സഅദ് ബിനു അബി സർഹ, അബ്ദുല്ലാഹി ബിനു ഉബയ്യ്, അബ്ദുല്ലാഹി ബിനു അബ്ദുൽ അസീസ് ബിനു ഉമർ എന്നീ സ്വഹാബത്ത്. അവരിൽ 4 പേർ ഹിജറ 11 മദീനയിലേക്ക് തന്നെ മടങ്ങുകയും 5ാമത്തെ സ്വഹാബി കോഴിക്കോട്ടേക്ക് തിരിച്ച് അവിടെ ഒരു പള്ളി നിർമ്മിച്ചു എന്നും ചരിത്രം പറയുന്നുണ്ട്. അങ്ങനെ അവിടുത്തെ സിയാറത്തിന് ശേഷം നമ്മളിപ്പോൾ പോകുന്നത് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ജാമിയുൽ കബീർ, പെരിയ കുത്തുബ പള്ളി എന്നറിയപ്പെടുന്ന 1000 കാൽ പള്ളി സന്ദർശിക്കാനും അവിടുത്തെ സിയാറത്തുകൾ ചെയ്യാനുമാണ്. നമ്മൾ ഈ കാണുന്നതാണ് പുനരുദ്ധാരണം നടത്തിയ 1000 കാൽ പള്ളിയുടെ കാഴ്ച. ഇവിടുത്തെ ഒരുപാട് തൂണുകളുള്ള പഴയ പള്ളി ഇന്നും ഇതിൻ്റെ പിൻഭാഗത്ത് അതേപടി നിലനിർത്തിക്കൊണ്ടാണ് പുതിയ പള്ളി നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. ഹിജറ 9 മദീനയിൽ നിന്ന് സ്വഹാബത്ത് എത്തിയതിനു ശേഷം കായൽപട്ടണത്തെത്തിയ പ്രബോധക സംഘമാണ് ഹിജറ 227 അബ്ബാസിയ ഭരണകാലത്ത് ഈജിപ്തിലെ കൈറോവിൽ നിന്നെത്തിയ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ കുടുംബ പരമ്പരയിൽപ്പെട്ട മുഹമ്മദ് ഖിൽജി റളിയല്ലാഹു അൻഹു. ഈജിപ്തിലെ ഖറാഫ പ്രദേശത്തെ ജബൽ മുഖദ്ദമിൽ നിന്നാണ് അവർ ഇവിടെ എത്തിച്ചേർന്നത്. 224 പേരായിരുന്നു ആ സംഘത്തിലുണ്ടായിരുന്നത്. ഖൈറോയിൽ നിന്നെത്തിയത് കൊണ്ട് തന്നെ അവർ ഈ നാടിനെ ഖൈറോ പട്ടണം എന്ന അർത്ഥം വരുന്ന ഖാഹിറ ഫത്തൻ എന്ന് വിളിക്കപ്പെട്ടു. പിന്നീട് അത് കായൽ പട്ടണമായി എന്നാണ് ചരിത്രകാരന്മാർ അഭിപ്രായപ്പെടുന്നത്. പിന്നീട് ഹിജറ 683 ഈജിപ്തിൽ നിന്നെത്തിയ സയ്യിദ് മുഹമ്മദ് ജമാലുദ്ദീൻ റളിയല്ലാഹുവിനും കുടുംബവും സൂഫി പാണ്ഡിത്യത്തിലൂടെയും കച്ചവടങ്ങളിലൂടെയും കായൽ പട്ടണത്തിൻ്റെ മുഖച്ഛായ വീണ്ടും മാറ്റപ്പെട്ടു. അക്കാലത്തെ രാജാവ് സുന്ദര പാണ്ഡ്യൻ അദ്ദേഹത്തെ വളരെയധികം ആദരിക്കുകയും വൈകാതെ മന്ത്രിയും അംബാസഡറാക്കുകയും ചെയ്തു. പാണ്ഡ്യയുടെ കാലശേഷം ജമാലുദ്ദീൻ റളിയല്ലാഹുവിന് ഭരണാധികാരിയായി. ബഹുമാനപ്പെട്ടവരും മകൻ സയ്യിദ് നൂറുദ്ദീൻ തങ്ങളും ചേർന്നാണ് ഖിൽജി റളിയല്ലാഹുവിനു സ്ഥാപിച്ച പെരിയ കുത്തുബ പള്ളിക്ക് സമീപം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന 1000 കാൽ പള്ളിയാക്കി വികസിപ്പിച്ചത്. പഴയ പള്ളിയുടെ തൂണുകൾക്ക് മാറ്റങ്ങൾ സംഭവിക്കാതെയാണ് ഇന്ന് പുതിയ ജുമുഅത്ത് പള്ളി, പെരിയ ജുമുഅത്ത് പള്ളി വിശാലമാക്കി പുതിയ മോഡേൺ രീതിയിൽ വികസിപ്പിച്ചിട്ടുള്ളത്.
ഇവിടുത്തെ പള്ളിയുടെ മക്ബറയിൽ ഈ കാണുന്നതാണ് ബഹുമാനപ്പെട്ട ഖിൽജി റളിയല്ലാഹുവിൻ്റെ മക്ബറ. തൊട്ടപ്പുറത്ത് ജമാലുദ്ദീൻ റളിയല്ലാഹുവിൻ്റെയും കുടുംബങ്ങളുടെയും ഒക്കെ മക്ബറകളും ധാരാളം ഉണ്ട് ഈ ഖബർസ്ഥാനിൽ തന്നെ. കായൽ പട്ടണത്ത് ഇതിനു പുറമെ ഇനിയും ഒരുപാട് പ്രഗത്ഭരായ മഹാന്മാരുടെ മക്ബറകളും പള്ളികളും നമുക്ക് ഇനിയും സന്ദർശിക്കാനുണ്ട്. അടുത്ത എപ്പിസോഡുകളിലായി ഓരോന്നായി നമുക്ക് പരിചയപ്പെടാം. കായൽ പട്ടണത്തെ ഓരോ തെരുവോരങ്ങളെയും ഓരോ സ്ട്രീറ്റുകളായിട്ടാണ് അറിയപ്പെടുന്നത്. സുൽത്താൻ ജമാലുദ്ദീൻ റളിയല്ലാഹുവിൻ്റെ പിന്മുറക്കാരെ നെയ്നാർമാരെന്നറിയപ്പെടുന്നു. നമ്മളിപ്പോഴുള്ള ഈ പള്ളിയുള്ള സ്ട്രീറ്റിന് നെയ്നാർ സ്ട്രീറ്റ് എന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ സുലിക്കൻ സ്ട്രീറ്റ്, കൊച്ചിയ സ്ട്രീറ്റ്, ഒമാൻ സ്ട്രീറ്റ്, നസുൽ സ്ട്രീറ്റ്, സുദുക്കൈ സ്ട്രീറ്റ്, സിദ്ദ സ്ട്രീറ്റ്, ഇങ്ങനെ വിവിധ സ്ട്രീറ്റുകളായിട്ടാണ് കായൽ പട്ടണത്തെ ഓരോ വഴികളും അറിയപ്പെടുന്നത്. ഇൻഷാ അല്ലാഹ് ഇവിടുത്തെ സിയാറത്തിന് ശേഷം ഇനി നമ്മളിതിവിടെ തൊട്ടപ്പുറത്ത് തന്നെ പ്രഗത്ഭരായ പണ്ഡിതന്മാർ സൂഫികളുമായ ചില മഹാന്മാരുടെ മക്ബറ ഉണ്ട്. അവിടേക്കാണ് നമ്മൾ പോകുന്നത്. അതിൻ്റെ വിശേഷണങ്ങൾ അടുത്ത എപ്പിസോഡിൽ കാണാം.